ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാർജാണ്. ചാർജിന് നമ്മൾ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ചാർജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ വെച്ചിട്ടാണ്. അതിൻ്റെ ഇക്വേഷൻ ക്യൂ = +or - ne. ഇനി അതിൻ്റെ യൂണിറ്റ് കുളോംബ് സി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഇനി അടുത്തത് കറണ്ടാണ്. കറണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഐ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ I = Q/T എന്നാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം എമൗണ്ട് ഓഫ് ചാർജ് ഒഴുകുന്നു അതാണ്, അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്, അതാണ് എന്ത് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇനി കറണ്ടിൻ്റെ നമ്മൾ യൂണിറ്റ് ആംബിയർ എന്നാണ് പറയുന്നത്. കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംബിയർ, ക്യാപിറ്റൽ ലെറ്റർ A വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വർക്കാണ്. വർക്കിന് നമ്മൾ W, ക്യാപിറ്റൽ ലെറ്റർ W വെച്ചിട്ടാണ് വർക്ക് ഡിനോട്ട് ചെയ്യുന്നത്. W = V × Q, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് Vയും ചാർജ് Q ആണ്. ഈ Vയും Q, ഈ W = V × Q അല്ലെങ്കിൽ V = W/Q എന്ന് പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ V. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ? ഒരു യൂണിറ്റ് ചാർജിനെ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് ബ്രിങ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്കാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, J കൊണ്ട് ഡിനോട്ട് ചെയ്യും. വർക്കായാലും എനർജി ആയാലും യൂണിറ്റ് ജൂൾ തന്നെയാണ്. ഇനി ജൂൾ അല്ലാത്ത യൂണിറ്റുകളും ഉണ്ട്. SI യൂണിറ്റ് ജൂളാണ്. ഇവിടെ പറയുന്ന എല്ലാം SI യൂണിറ്റാണ്. അടുത്തത് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ R വെച്ചിട്ടാണ്. R = V/I, അല്ലെങ്കിൽ നമ്മൾ V = IR എന്ന് കേട്ടിട്ടുണ്ടല്ലേ. എന്താ അത്? ഓംസ് ലോ. ഓംസ് ലോ ആണ് V = IR, അല്ലെങ്കിൽ നമുക്ക് R = V/I എന്ന് എഴുതാം. V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, I എന്ന് പറയുന്നത് കറണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഏതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുത്താലും അവിടെ കുറേ ഫ്രീ ഇലക്ട്രോൺസുകൾ കാണും അല്ലേ. ഈ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കറണ്ടിനെ, ഈ ഫ്ലോ ഓഫ് കറണ്ടിനെ തടഞ്ഞു നിർത്താനായിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ടിൻ്റെ ഫ്ലോയിനെ തടയുന്നത്. അതിനെ നമ്മൾ ക്യാപിറ്റൽ R കൊണ്ട് ഡിനോട്ട് ചെയ്യും. R = V/I, യൂണിറ്റ് ഓം. അടുത്തത് ഹീറ്റ് എനർജിയാണ്. ഹീറ്റ് എനർജി ക്യാപിറ്റൽ ലെറ്റർ H വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എനർജി ആയാലും വർക്കായാലും എല്ലാം യൂണിറ്റ് ജൂൾ ആണെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ H = I²RT. H = I²RT എന്ന് പറയുന്നത് ജൂൾസ് ലോ ആണ് ആക്ച്വലി. H എന്ന് പറയുന്നത് ഹീറ്റ് ജനറേറ്റഡ് ആണ്. ഏതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലും ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവെന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദ കറണ്ട്, റെസിസ്റ്റൻസ് ആൻഡ് ടൈം. അപ്പം ഏതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കൂടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവിനെ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട്, അവിടുത്തെ റെസിസ്റ്റൻസ് ആൻഡ് ടൈം. ഈ 3 കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. H = I²RT. I²RT കൂടാണ്ട് 2 ഇക്വേഷൻസും കൂടി ഉണ്ട്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ I²RTയിൽ I²നെ I × I ആക്കി എഴുതിയാൽ അവിടുന്ന് ഒരു IR പകരം V കൊടുക്കുന്നു. അങ്ങനെയാണ് H = VIT കിട്ടിയത്. ഇനി H = VITയിൽ നിന്ന് നമ്മൾ Iക്ക് പകരം V/R കൊടുക്കുകയാണെങ്കിൽ H = V²T/R എന്ന് കിട്ടും. അങ്ങനെ 3 ഇക്വേഷൻസ് ആയിട്ട് എഴുതാൻ പറ്റും ഈ ഹീറ്റ് ജനറേറ്ററിനെ. അവിടുത്തെ യൂണിറ്റ് ജൂളാണ്, ക്യാപിറ്റൽ ലെറ്റർ J വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഈ H = I²RT ആണ് ആക്ച്വലി ജൂൾസ് ലോ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് പവറാണ്. പവർ ക്യാപിറ്റൽ ലെറ്റർ P കൊണ്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പവർ P = W/T ആണ്. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ W വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ശ്രദ്ധിക്കണം, വർക്ക് ക്യാപിറ്റൽ ലെറ്റർ W വെച്ചിട്ടാണ് വർക്ക് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ വർക്കിൻ്റെ യൂണിറ്റ് എഴുതുമ്പോൾ നമ്മൾ W അല്ല ജൂൾ J ആണ് എഴുതുന്നത്. ഇനി പവർ W/T ആണല്ലോ. ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എനർജി അല്ലേ. എന്ത് എനർജി? എവിടെ? ഹീറ്റ് എനർജി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് പകരം W പകരം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ H കൊടുത്താൽ I²RT/T വരും. VIT/T എഴുതാം, അല്ലെങ്കിൽ V²T/RT എഴുതാം. അവിടെ എല്ലാം T കട്ടായി പോയിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസാണ് P = IV, P = I²R, P = V²/R. ഈ 3 ഇക്വേഷൻസും പവറിൻ്റെ. അടുത്തതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഇൻ സീരീസിലും കണക്ട് ചെയ്യാൻ, നമുക്ക് പാരലലിലും കണക്ട് ചെയ്യാമെന്നറിയാം. റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആണെങ്കിൽ ഒരു 3 റെസിസ്റ്റൻസ് R1, R2, R3 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ
സീരീസിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി R1 R2 R3. ഇപ്പോൾ ഒരു n റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ R1 R2 R3 എക്സെട്ര അപ് ടു Rn വരെ. അടുത്തത് റെസിസ്റ്റൻസ് ഇൻ പാരലലാണ്. പാരലൽ എന്ന് പറയുമ്പം RP കൊണ്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അവിടെ 1/RP = 1/R1 + 1/R2 + 1/R3. അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒരു പോയിന്റിൽ നിന്നും ഹൈ വോൾട്ടേജ് ഉള്ള അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു പോയിന്റിൽ നിന്നും ലോ പൊട്ടൻഷ്യലുള്ള ഒരു പോയിന്റിലേക്ക് നമുക്കൊരു യൂണിറ്റ് ചാർജിനെ ബ്രിങ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന എത്രമാത്രം വർക്ക് ചെയ്യുന്നു അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V = IR, I കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് R. അതിൻ്റെ യൂണിറ്റ് വോൾട്ടാണ് V കൊണ്ടിട്ട് ഡിനോട്ട് ചെയ്യും.